പൊതുജനങ്ങളുടെ പിന്തുണയായിരുന്നു, പാർട്ടി സഖാക്കളുടെ പിന്തുണയുണ്ട്, അതുകൂടാതെ പാർട്ടിയിലും ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണയുണ്ട്. അത് ആരുടെ ശബ്ദമായിട്ടാണ് അൻവർ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇനിയും അറിയാനുള്ളത്. അതിലൊരു വ്യക്തത നമുക്ക് വന്നിട്ടില്ല. ഇന്നലെ 45 മിനിറ്റ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുവിധം എല്ലാ മാധ്യമങ്ങളും കൊടുത്തത് അൻവർ കീഴടങ്ങി എന്നുള്ളതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് കൃത്യമായ സൂചനകൾ നമുക്ക് കിട്ടിയിരുന്നു. പി ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചത്. 25 മിനിറ്റോളം അവതരിപ്പിച്ചു. അത് മുഴുവൻ കേട്ടിരുന്നു മുഖ്യമന്ത്രി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പഴയതുപോലെ ശക്തനല്ല, അദ്ദേഹം ദുർബലനായിരിക്കുന്നു എന്നൊരു വിലയിരുത്തൽ പല കോണുകളിൽ നിന്നും പാർട്ടി സഖാക്കളിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു സൂചനയായി അതിനെ കാണേണ്ടി വരും. കാരണം പോലീസുമായി ബന്ധപ്പെട്ട്, നേരത്തെ സേനയുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്ന ഘട്ടത്തിലായാലും പോലീസിനെ മനോവീര്യം തകർക്കാൻ സമ്മതിക്കില്ല എന്ന പരസ്യമായ പ്രതികരണങ്ങൾ നടത്തുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അതും പോട്ടെ, ഇപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു വലിയ പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകൾക്ക് ഇടയിലേക്ക് ഇറങ്ങി വരാനൊന്നും തയ്യാറാവുന്നില്ല. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ 45 മിനിറ്റ് സമയം കൊടുത്തു എന്നുള്ളത് പ്രധാനമാണ്. അല്ലെങ്കിൽ പിണറായി വിജയൻ അത്ര നേരം കൊടുക്കില്ല, കാണാതിരിക്കുക തന്നെ ചെയ്യും. അതിനും സാധ്യതയുണ്ട്. അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. അപ്പോൾ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങളുടെ സമയത്ത് അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു എന്നൊരു സൂചനയായി ആ കൂടിക്കാഴ്ച നമുക്ക് കാണേണ്ടി വരും. പക്ഷേ ഇന്നലെ പോസിറ്റീവാണ് എന്ന് മാത്രമാണ് പുറത്ത് പറഞ്ഞത്. പക്ഷേ ഇന്നായപ്പോഴേക്കും തനിക്ക് ഉറപ്പുകൾ കിട്ടിയിട്ടില്ല എന്നും ഈ വിപ്ലവം തുടരുമെന്നും മുഖ്യമന്ത്രിയാക്കിയത് ഈ പാർട്ടിയാണ് എന്ന ഓർമ്മ വേണമെന്നും ഒക്കെ അദ്ദേഹം ഓർമ്മിപ്പിക്കുമ്പോൾ അപ്പോൾ പാർട്ടിയുടെ പിന്തുണ, അതായത് പാർട്ടി സെക്രട്ടറിയെ കണ്ട ശേഷമാണല്ലോ പുറത്തേക്ക് വരുന്നത്. അത് പാർട്ടി സെക്രട്ടറി എന്ന ഒറ്റ നേതാവ് പെട്ടെന്ന് ഒരു ശക്തിമാനാവുകയും അദ്ദേഹം ചരട് വലിച്ചുകൊണ്ട് അൻവർ സംസാരിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു വലിയ വിഭാഗം നേതൃത്വം തന്നെ ഇങ്ങനെയല്ല കാര്യങ്ങൾ പോകേണ്ടത് എന്നൊരു വിലയിരുത്തലേക്ക് എത്തുന്നത് പാർട്ടിയിൽ നിന്ന് തന്നെ വരുന്ന പ്രതികരണങ്ങളുടെ ഭാഗമായിട്ടാണ്. അതായത് താഴെ തട്ടിൽ നിന്ന് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലയളവിൽ വരുന്ന ഈ ഈ പുറത്തേക്ക് വിടുന്ന വിവരങ്ങൾ എന്നൊക്കെ പാർട്ടിയിൽ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എം വി ഗോവിന്ദൻ പറഞ്ഞ തിരുത്തൽ എന്ന നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ അതിനെ കാണാം. ആ തിരുത്തൽ ഇനി പാർട്ടി സമ്മേളനം കഴിയുമ്പോഴേക്കും ഏത് രൂപത്തിൽ അവസാനിക്കും, അപ്പോഴേക്കും പല ശക്തികളും ഒരുമിക്കുകയും അത് ആത്യന്തികമായി ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിലെ ബലാബലത്തിൽ ആര് ജയിക്കും ആര് തോൽക്കുമെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ജനങ്ങളുടെ അല്ലെങ്കിൽ പാർട്ടി സഖാക്കളുടെ കൂടി വികാരമായിട്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നോക്കൂ, ഈ മുഖ്യമന്ത്രി അന്ന് പുഴുക്കുത്തുകളെ എടുത്തു മാറ്റും എന്ന് പറഞ്ഞു. പുഴുക്കുത്തുകളെ എടുത്തു മാറ്റാനാണെങ്കിൽ അന്ന് ഈ അന്വേഷണ സംഘത്തെ നിയോഗിക്കുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിൻ്റെ തന്നെ ഉത്തരവായി ഇറങ്ങേണ്ടിയിരുന്നു. കാരണം നടന്നിരിക്കുന്ന ക്രൈമാണ് എന്നൊരു ഗുരുതരമായ ആരോപണമാണല്ലോ അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, പൊതുഭരണ വകുപ്പിൽ നിന്നാണ് ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. അതെങ്ങനെയാണ്? അത് ഇവരുടെ ഡിസിപ്ലിനറി ആക്ഷൻ ഒക്കെ എടുക്കുന്ന ഒരു രൂപത്തിലാണ് ആ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇനി അന്വേഷണ സംഘത്തിൻ്റെ സ്വഭാവമാണെങ്കിലോ DGPയുടെ താഴെ ADGPക്ക് താഴെ 4 ഉദ്യോഗസ്ഥർ. ആ 4 ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ADGPക്കും താഴെയാണ്. ഈ 4 ഉദ്യോഗസ്ഥരാണ് അന്വേഷണത്തിന് പുറപ്പെടുന്നത്. DGP ആ റിപ്പോർട്ട് എടുത്ത് ആ റിപ്പോർട്ട് കൊടുക്കുക എന്നൊരു ചുമതല മാത്രമേ ഉള്ളൂ. അല്ലാതെ DGP ആയിട്ട് അന്വേഷണത്തിന് ഇറങ്ങുന്നില്ല. അപ്പോൾ ADGPക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥർ ADGPക്കെതിരെ റിപ്പോർട്ട് നൽകുമോ DGPക്ക്? ഇനിയിപ്പോൾ എന്ത് റിപ്പോർട്ട് നൽകിയാലും DGPക്ക് അത് അവിടെ കൊണ്ട് കൊടുക്കുക എന്നല്ലാതെ മറ്റു നിവൃത്തിയൊന്നുമില്ല. DGP ഇപ്പോൾ നിവൃത്തികേടിലാണ് നിൽക്കുന്നത്. നമുക്ക് നേരത്തെ വിവരങ്ങൾ ലഭിച്ചല്ലോ. കാരണം അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം അന്വേഷണം എന്നുള്ള അഭിപ്രായം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അത് മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് അതിനിടയ്ക്കാണല്ലോ ഇപ്പോൾ RSS നേതാവുമായി കൂടിക്കാഴ്ചയ്ക്ക് ADGP പോയി. അത് പിണറായി വിജയൻ്റെ ദൂതനായിട്ടാണ് പോയത്. അദ്ദേഹം ഔദ്യോഗിക വാഹനം ഹോട്ടൽ ഹയാത്തിൽ നിർത്തിയിട്ടിട്ട് സ്വന്തം വാഹനത്തിൽ പോയി എന്നുള്ള വിവരം വരുന്നു. അപ്പുറത്ത് തൃശ്ശൂർ പൂരം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. ആ ദിവസം മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന ADGP പുറത്തു വരാതെ കാര്യങ്ങൾ അങ്ങനെ പോകട്ടെ എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ അത് ആർക്ക് വേണ്ടിയാണെന്നുള്ള ചോദ്യം വരുന്നു. അതൊക്കെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ADGP ഇപ്പോഴും ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ADGP അവിടെ തുടരുന്നു. 3 ദിവസം സ്വയം അവധിക്ക് പോയ SP സുജിത്താസ് ആകട്ടെ ഗുരുതരമായ ആരോപണങ്ങൾ, അദ്ദേഹത്തിനെതിരെ കസ്റ്റംസ് പോലും അന്വേഷണം നടത്തുന്നു എന്നുള്ള വാർത്തകൾക്കിടെ അദ്ദേഹം ഇതായി ജോലിക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതിനെ എവിടെ ഇരുത്തണമെന്നുള്ള തീരുമാനം കൂടിയേ നാളെ വരാനുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇപ്പുറത്ത് പുഴുക്കുത്തുകളെ മാറ്റുമെന്നുള്ള തീരുമാനം പറയുമ്പോഴും പുഴുക്കുത്തുകളെ മാറ്റാൻ പറ്റാത്ത തരത്തിൽ അവിടെയും എന്തോ ഒരു ദൗർബല്യം മുഖ്യമന്ത്രിയെ ബാധിച്ചിരിക്കുന്നു. അതാണ് അറിയേണ്ടത്. ഏതായാലും പാർട്ടിയിൽ ചിലർ ശക്തനാകുന്നു, ചിലരെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ അത് പി ശശിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. പി ശശിയാണ് ഈ രൂപത്തിൽ അവിടെ സൂപ്പർ മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ പി ശശിയെ ഈ പാർട്ടി സമ്മേളനത്തിന് ശേഷം സെക്രട്ടേറിയറ്റിലേക്ക് വന്ന് കുറച്ചുകൂടി ശക്തനാകാൻ ആഗ്രഹിക്കുന്ന പി ശശിയെ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത് തടയുക എന്നൊരു ലക്ഷ്യം കൂടി ഒരു പക്ഷേ ഈ പുറത്തു വിടുന്ന വിവരങ്ങളിൽ ഉണ്ട് എന്ന് വേണം കരുതാൻ. Meet the editors.